ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് അക്രൂവൽസ് ആൻഡ് പ്രീപേയ്മെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫൈനൽ പാർട്ടായ പാർട്ട് 5 ആണ്. പാർട്ട് 5 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്രൂഡ് എക്സ്പെൻസും പ്രീപെയ്ഡ് എക്സ്പെൻസും ഒരുമിച്ച് വരുന്ന രീതിയിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം, അതുപോലെ തന്നെ അക്രൂഡ് ഇൻകവും പ്രീപെയ്ഡ് ഇൻകവും ഒരുമിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാം എന്നുള്ളതാണ്. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ അക്രൂഡ് എക്സ്പെൻസിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രം എങ്ങനെ, അതുപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രം എങ്ങനെയെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തത്. പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ അക്രൂഡ് എക്സ്പെൻസും പ്രീപെയ്ഡ് എക്സ്പെൻസും ഒരുമിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യാം, അതുപോലെ തന്നെ അക്രൂഡ് ഇൻകവും പ്രീപെയ്ഡ് ഇൻകവും ഒരുമിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓൾറെഡി നമ്മളുടെ നോട്ടിൽ ഒരു ലെഡ്ജർ എക്സ്പെൻസിൻ്റെ എഴുതിയിട്ടുണ്ട്. സോ ഞാനിത് ഒന്നും കൂടെ എന്ത് ചെയ്യാം, എക്സ്പെൻസിൻ്റെ ലെഡ്ജർ വരയ്ക്കാം. സോ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാം, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ അതിനു മുൻപ് എക്സ്പെൻസിൻ്റെ ലെഡ്ജർ വരയ്ക്കുന്നതിന് മുൻപ് നമ്മൾ ഓരോ എക്സ്പെൻസും ഒന്നും കൂടെ പറയാം. 2 എക്സ്പെൻസ് ആണ് പറഞ്ഞത്. അക്രൂഡ് എക്സ്പെൻസ് വരുന്ന സിറ്റുവേഷനും വരാം, പ്രീപെയ്ഡ് എക്സ്പെൻസ് വരുന്ന സിറ്റുവേഷനും വരാം. അക്രൂഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? അക്രൂഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻഡിങ് എക്സ്പെൻസ് ആണ്. ദാറ്റ് മീൻസ് ലയബിലിറ്റി ആണ്. എലമെന്റ് ലയബിലിറ്റി ആണെങ്കിൽ ബാലൻസ് എന്തായിരിക്കും? ക്രെഡിറ്റ് ആയിരിക്കും. അതുകൊണ്ട് അക്രൂഡ് എക്സ്പെൻസ് പെൻഡിങ് എക്സ്പെൻസ് ആണ്, ലയബിലിറ്റി ആണ് എലമെന്റ് വരുന്നത്, ബാലൻസ് ക്രെഡിറ്റ് ആണ്. അതുകൊണ്ട് എക്സ്പെൻസിൻ്റെ ലെഡ്ജറിൽ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അക്രൂഡ് എക്സ്പെൻസ് ഏത് സൈഡിൽ എഴുതണം? ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. വൈ? എന്തുകൊണ്ട്? അക്രൂഡ് എക്സ്പെൻസ് പെൻഡിങ് എക്സ്പെൻസ് ആണ്, ലയബിലിറ്റി ആണ്, ബാലൻസ് ക്രെഡിറ്റ് ആണ്. അതുകൊണ്ട് ഓപ്പണിംഗ് ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ക്ലോസിംഗ് ബാലൻസും ക്രെഡിറ്റ് തന്നെയാണ് വരിക. പക്ഷേ നമ്മളുടെ ബേസിക് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ചെയ്യാറുള്ളതാണ്, ഒരു ക്ലോസിംഗ് ബാലൻസ് ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ബാലൻസ് എവിടെയാണോ അതിൻ്റെ ഓപ്പോസിറ്റിലാണ് നമ്മൾ പോസ്റ്റ് ചെയ്യാറ്. ഇത് ക്ലോസിംഗ് ബാലൻസിൻ്റെ മാത്രമുള്ള കേസാണ്. നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് അതാത് ബാലൻസ് ഉള്ള സ്ഥലത്ത്, ക്രെഡിറ്റ് ആണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ തന്നെ എഴുതും. പക്ഷേ ക്ലോസിംഗ് ബാലൻസും ക്രെഡിറ്റ് ആണെങ്കിൽ ആ ക്രെഡിറ്റിലല്ല നമ്മളത് ക്ലോസ് ചെയ്യാറ്, ഓപ്പോസിറ്റ് ബാലൻസ് ആയ ഡെബിറ്റിലാണ് നമ്മൾ ക്ലോസ് ചെയ്യാറുള്ളത്. അത് ബേസിക് അക്കൗണ്ടിങ് റൂളാണ്. സോ ഇവിടെ അക്രൂഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻഡിങ് എക്സ്പെൻസ് ആണ്, ലയബിലിറ്റി ആണ്, ബാലൻസ് ക്രെഡിറ്റ് ആണ്. അത് ഓപ്പണിംഗ് ആയിക്കോട്ടെ ക്ലോസിംഗ് ആയിക്കോട്ടെ. സോ ക്ലോസിംഗിൽ ബാലൻസ് ക്രെഡിറ്റ് ആണെങ്കിൽ അത് പോസ്റ്റ് ചെയ്യേണ്ടത് എവിടെയാണ്? ഡെബിറ്റ് സൈഡിലാണ്. സോ ക്ലോസിംഗ് എവിടെ എഴുതണം? ഡെബിറ്റ് സൈഡിൽ എഴുതണം, അക്രൂഡ് എക്സ്പെൻസ്. സോ നമ്മൾ അക്രൂഡ് എക്സ്പെൻസ് പോസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഓക്കെ, എന്തായിരുന്നു പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ? പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്ത എക്സ്പെൻസ് ആണ്. അതായത് നെക്സ്റ്റ് ഇയറിലെ എക്സ്പെൻസും കൂടെ കറണ്ട് ഇയറിൽ അഡ്വാൻസ് ആയിട്ട് മുൻകൂട്ടി നമ്മൾ പേ ചെയ്തു. സോ നമ്മൾ ഓൾറെഡി പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കറണ്ട് ഇയറിൻ്റെ എൻഡിൽ അത് തിരിച്ച് കിട്ടാനുള്ളത് പോലെയാണ്, റിസീവബിൾ ആണ്, നമ്മളത് അസറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. സോ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ് എക്സ്പെൻസ് ആണ്, തിരിച്ച് കിട്ടാനുള്ളതായതുകൊണ്ട് എലമെന്റ് അസറ്റ് ആണ് വരിക, ബാലൻസ് എന്തായിരുന്നു? ഡെബിറ്റ് ആയിരുന്നു. സോ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെന്റ് അസറ്റ് അല്ലേ വരുന്നത്, ബാലൻസ് ഡെബിറ്റ് അല്ലേ. ഓപ്പണിംഗ് എവിടെ തന്നെ എഴുതണം? കറക്റ്റ് സൈഡിൽ ഡെബിറ്റിൽ തന്നെ എഴുതണം, പ്രീപെയ്ഡ് എക്സ്പെൻസ്. പക്ഷേ ക്ലോസിംഗിലും പ്രീപെയ്ഡ് എക്സ്പെൻസ് എലമെന്റ് അസറ്റ് തന്നെയാണ്, ബാലൻസ് ഡെബിറ്റ് തന്നെയാണ്. പക്ഷെ അത് ക്ലോസ് ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് സൈഡായ ക്രെഡിറ്റിലാണ്. സോ നമ്മൾ അക്രൂഡ് എക്സ്പെൻസിൻ്റെയും പ്രീപെയ്ഡ് എക്സ്പെൻസിൻ്റെയും ഓപ്പണിങ്ങും ക്ലോസിങ്ങും ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് നമ്മൾ എഴുതേണ്ടത് കറൻറ്റ് ഇയറിൽ
നമ്മൾ ടോട്ടൽ പേ ചെയ്ത ക്യാഷ് ഇല്ലേ, അതാണ് നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ടോട്ടൽ ക്യാഷ് പെയ്ഡ് ഇതാണ് നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ടോട്ടൽ ക്യാഷ് പെയ്ഡ് ഇത് പറയുന്ന സമയത്ത് നിങ്ങൾ അക്രൂഡ് എക്സ്പെൻസിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കണം. അക്രൂഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെൻഡിങ് എക്സ്പെൻസ് ആണ്, ലയബിലിറ്റി ആണ്, നമ്മൾ കൊടുക്കാനുള്ളതാണ്. ക്ലിയർ ആണോ? അപ്പോൾ ഈ വർഷം ക്യാഷ് പേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലയബിലിറ്റി കുറയല്ലേ ചെയ്യുന്നത്. അക്രൂഡ് എക്സ്പെൻസ് പെൻഡിങ് എക്സ്പെൻസ് ആണ്, ലയബിലിറ്റി കൊടുക്കാനുള്ളതാണ്. സോ ക്യാഷ് പേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ലയബിലിറ്റി കുറയും. ലയബിലിറ്റിയുടെ ബാലൻസ് എന്തായിരുന്നു? ക്രെഡിറ്റ് ആയിരുന്നു. സോ അത് കുറയുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ വർഷം ക്യാഷ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ക്യാഷ് പെയ്ഡ് ഡ്യൂറിങ് കറണ്ട് ഇയർ ഏത് സൈഡിൽ എഴുതണം? ഡെബിറ്റ് സൈഡിൽ എഴുതണം. ക്ലിയർ ആണോ? ഇനി കറണ്ട് ഇയറിലെ SOPL എക്സ്പെൻസ് ഇതും നമ്മൾ അക്രൂഡ് എക്സ്പെൻസിൻ്റെ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. സോ ശ്രദ്ധിക്കാം, അക്രൂഡ് എക്സ്പെൻസ് ഇപ്പോൾ കറണ്ട് ഇയറിൻ്റെ ഓപ്പണിങ്ങിൽ നമ്മളൊരു ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് പേ ചെയ്യാനുണ്ട്, ലയബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 5,000 ആണ് ഓപ്പണിങ്ങിൽ നമുക്ക് അക്രൂഡ് എക്സ്പെൻസ് ലയബിലിറ്റി ഉള്ളത്. 5,000 ലയബിലിറ്റി ഉണ്ട്. ഓക്കെ, അത് പ്രീവിയസ് ഇയറിൻ്റെ ഇലക്ട്രിസിറ്റി ബില്ല, അത് കൊടുത്തിട്ടില്ല, കൊടുക്കാനുള്ളതാണ്. സോ കറണ്ട് ഇയറിൻ്റെ ഓപ്പണിങ്ങിൽ അതെന്താണ്? ലയബിലിറ്റിയാണ്. സോ ഈ വർഷത്തെ കറണ്ട് ഇയറിൻ്റെ ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് ബില്ലും കൂടെ വന്നു. പ്രീവിയസ് ഇയറിൻ്റെത് ഓൾറെഡി കൊടുക്കാനുണ്ട്, അത് ഓപ്പണിങ്ങിൽ 5,000 പെൻഡിങ് ഉണ്ട്, ലയബിലിറ്റിയിൽ ഓപ്പണിങ് കിടക്കുന്നുണ്ട്. ഈ വർഷത്തെ ബില്ലും കൂടെ വന്നു. സോ 5,000 കഴിഞ്ഞ വർഷത്തെ 5,000 ഈ വർഷത്തെ 5,000 കൂടെ കൂടിയിട്ട് 10,000 കൊടുക്കാനായില്ലേ? നമ്മളുടെ ലയബിലിറ്റി കൂടുകയല്ലേ ചെയ്യുന്നത്. പറഞ്ഞത് മനസ്സിലായോ? എങ്ങനെയായിരുന്നു? കറണ്ട് ഇയറിൻ്റെ ഓപ്പണിങ്ങിൽ ഓൾറെഡി ഒരു 5,000 എക്സ്പെൻസ് ഉണ്ട് എന്ന് അസ്യൂം ചെയ്യാം. അത് ലയബിലിറ്റിയാണ്, കഴിഞ്ഞ വർഷത്തെ കൊടുക്കാൻ ബാക്കിയുള്ളതാണ്. ഈ വർഷത്തെ ഇലക്ട്രിസിറ്റി ബില്ല് ഒരു 5,000 കൂടെ വന്നു. സോ കഴിഞ്ഞ വർഷത്തതും ഈ വർഷത്തതും കൂടി കൊടുക്കാൻ 5,000 10,000 ആയിട്ട് ഇൻക്രീസ് ചെയ്തില്ലേ? ലയബിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. ലയബിലിറ്റിയുടെ ബാലൻസ് ക്രെഡിറ്റ് അല്ലേ? സോ അത് കൂടുമ്പോൾ ഏത് സൈഡിൽ പോസ്റ്റ് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യണം. സോ കറണ്ട് ഇയർ SOPLിലെ എക്സ്പെൻസ് ഏത് സൈഡിൽ പോസ്റ്റ് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യണം. ഇതായിരുന്നു നമ്മളുടെ ലെഡ്ജർ വരുന്നത്. ഇങ്ങനെയായിരുന്നു നമ്മൾ അക്രൂഡ് എക്സ്പെൻസും പ്രീപെയ്ഡ് എക്സ്പെൻസും ഒരുമിച്ച് വരുന്ന ക്വസ്റ്റ്യൻസിൽ ആൻസർ ചെയ്യേണ്ടത് ഈ ലെഡ്ജർ വരച്ചും കൊണ്ടായിരിക്കണം. സോ നമ്മുടെ ക്ലാരിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് വേഗം എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ എല്ലാവരും ശ്രദ്ധിക്കാം. ഇവിടെ വാട്ട് ഈസ് ദി ടോട്ടൽ ഹീറ്റ് ആൻഡ് ലൈറ്റ് എക്സ്പെൻസ് ഫോർ ദി ഇയർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ എക്സ്പെൻസ് ആണ്. സോ ഈ ക്വസ്റ്റ്യനിൽ 2 എക്സ്പെൻസ് ഉണ്ട്, ഗ്യാസും ഉണ്ട്, ഇലക്ട്രിസിറ്റി എക്സ്പെൻസും ഉണ്ട്. നമ്മളുടെ ഇയർ എൻഡ് 31 മാർച്ച് 17 ആണ്. ഇവിടെ 31 മാർച്ച് 16 വാല്യൂസ് തന്നിട്ടുണ്ട്. 31 മാർച്ച് 16 എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിൻ്റെ എൻഡാണ്. പ്രീവിയസ് ഇയറിൻ്റെ എൻഡ് എന്ന് പറയുമ്പോൾ കറണ്ട് ഇയറിൻ്റെ ഓപ്പണിംഗാണ്. സോ ഇവിടെ കറണ്ട് ഇയറിൻ്റെ ഓപ്പണിങ്ങും തന്നിട്ടുണ്ട്, കറണ്ട് ഇയറിൻ്റെ എൻഡ് അഥവാ കറണ്ട് ഇയറിൻ്റെ എന്തും തന്നിട്ടുണ്ട്, ക്ലോസിങ്ങും തന്നിട്ടുണ്ട്. സോ കറണ്ട് ഇയറിൻ്റെ ഓപ്പണിങ്ങും തന്നിട്ടുണ്ട്, കറണ്ട് ഇയറിൻ്റെ ക്ലോസിങ്ങും തന്നിട്ടുണ്ട്. 2 എക്സ്പെൻസ് ഉണ്ട്, ഗ്യാസും ഉണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്. സോ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ഏതായിരുന്നു? നമ്മളുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് 31 മാർച്ച് 2017 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഫിനാൻഷ്യൽ ഇയറിൻ്റെ സ്റ്റാർട്ടിങ് ഏതായിരിക്കും? 1 ഏപ്രിൽ 2016 ആയിരിക്കും. ഇതായിരുന്നു നമ്മളുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. സോ ഈ ക്വസ്റ്റ്യനിൽ അക്രൂവ്ഡ് എക്സ്പെൻസും പ്രീപെയ്ഡ് എക്സ്പെൻസും ഒരുമിച്ച് വരുന്നത് കാരണം നമ്മൾ ലെഡ്ജർ വരയ്ക്കണം. ലെഡ്ജർ വരച്ചിട്ടേ ഇതിൻ്റെ ആൻസർ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ലെഡ്ജർ നമുക്കൊന്ന് വരക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റിൽ ചോദിച്ചത് ഹീറ്റ് ആൻഡ് ലൈറ്റ് എക്സ്പെൻസ് ആണ്. സോ ശ്രദ്ധിക്കാം, ലെഡ്ജർ വരക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? നമ്മൾ എക്സ്പെൻസിൻ്റെ ലെഡ്ജർ ആയിരുന്നു. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് അക്രൂഡ് എക്സ്പെൻസ് അല്ലേ? അക്രൂഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെൻഡിങ് എക്സ്പെൻസ് ആണ്. സോ ഇവിടെ ശ്രദ്ധിക്കുക, അക്രൂഡ് എക്സ്പെൻസ് പെൻഡിങ് എക്സ്പെൻസ് ആയിരുന്നു, ലയബിലിറ്റി ആയിരുന്നു. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അക്രൂഡ് എക്സ്പെൻസ് ഏത് സൈഡിൽ എഴുതണം? ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ക്ലോസിംഗ് ബാലൻസ് ഓഫ് അക്രൂഡ് എക്സ്പെൻസ്
ആക്ച്വലി അതിൻ്റെ ബാലൻസ് ക്രെഡിറ്റ് ആണ്, ബട്ട് അത് പോസ്റ്റ് ചെയ്യേണ്ടത് ഡെബിറ്റ് സൈഡിലാണ്. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ വരക്കാം. ശ്രദ്ധിക്കുക, എക്സ്പെൻസ് ആയിരുന്ന അക്കൗണ്ട് ഓപ്പണിംഗ് അക്രൂഡ് എക്സ്പെൻസ് ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. കാരണം അക്രൂഡ് എക്സ്പെൻസ് പെൻഡിങ് എക്സ്പെൻസ് ആണ്, ലയബിലിറ്റി ആണ്, ബാലൻസ് ക്രെഡിറ്റ് ആണ്. അത് ക്ലോസ് ചെയ്യേണ്ടത് ബട്ട് ഡെബിറ്റ് സൈഡിലാണ്. ആക്ച്വലി അതിൻ്റെ ബാലൻസ് ക്ലോസിങ് തന്നെയാണ്, പക്ഷെ പോസ്റ്റ് ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് സൈഡിലാണ്. ക്ലോസിങ് അക്രൂഡ് എക്സ്പെൻസ്. ഇനി പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ് ആയി പേ ചെയ്ത എക്സ്പെൻസ് ആണ്. അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടാനുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ റിസീവബിൾ ആണ്, അസറ്റ് ആയിട്ടാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. അസറ്റിൻ്റെ ബാലൻസ് ഡെബിറ്റ് ആയിരുന്നു. സോ ഓപ്പണിംഗ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ഡെബിറ്റ് സൈഡിൽ എഴുതണം. ഇയർ എൻഡിലും അതിൻ്റെ ബാലൻസ് ഡെബിറ്റ് തന്നെയാണ്, ബട്ട് പോസ്റ്റ് ചെയ്യേണ്ടത് ഏത് സൈഡിലാണ്? ക്രെഡിറ്റ് സൈഡിലാണ്. സോ ക്ലോസിംഗ് പ്രീപെയ്ഡ് എക്സ്പെൻസ് വരുന്നത് ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. ക്ലിയർ അല്ലേ? ഇനി അക്രൂഡ് എക്സ്പെൻസിൻ്റെ പെർസ്പെക്റ്റീവിലാണ് ബാക്കി 2 എൻട്രി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എങ്ങനെയായിരുന്നു? ഈ വർഷം ക്യാഷ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ക്യാഷ് പെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ, നമ്മൾ അക്രൂഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻഡിങ് എക്സ്പെൻസ് ആണ്, ലയബിലിറ്റി ആണ്, കൊടുക്കാനുള്ളതാണ്. ക്യാഷ് കൊടുത്താൽ ലയബിലിറ്റി കുറയും. ലയബിലിറ്റിയുടെ ബാലൻസ് ക്രെഡിറ്റ് ആയിരുന്നു, അത് കുറയുമ്പോൾ ഡെബിറ്റ് സൈഡിൽ എഴുതണം. സോ ടോട്ടൽ ക്യാഷ് പെയ്ഡ് ഡ്യൂറിങ് കറണ്ട് ഇയർ ഏത് സൈഡിൽ എഴുതണം? ഡെബിറ്റ് സൈഡിൽ എഴുതണം. അതുപോലെ തന്നെ കറണ്ട് ഇയറിൽ ഒരു SOPൽ ഒരു എക്സ്പെൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എക്സ്പെൻസ് കൂടെ ചേർത്തിട്ട് വേണം പേ ചെയ്യാൻ. അതുകൊണ്ട് ലയബിലിറ്റി ഇൻക്രീസ് ആകും. സോ അത് ഏത് സൈഡിൽ എഴുതണം? ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. കറണ്ട് ഇയർ SOPലിലെ എക്സ്പെൻസ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളുടെ ഇവിടെ റിക്വയർമെൻറ്റിൽ ചോദിച്ചിരിക്കുന്നത് ഹീറ്റ് ആൻഡ് ലേറ്റ് എക്സ്പെൻസ് ഫോർ ദി ഇയർ എന്നാണ്. അപ്പോൾ SOPലിൽ എക്സ്പെൻസ് എത്ര, ഹീറ്റ് ആൻഡ് ലേറ്റ് എക്സ്പെൻസ് എത്ര എന്നാണ് ചോദ്യം വരുന്നത്. സോ ഈ ബാലൻസ്, ഇവിടുത്തെ ബാലൻസ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ക്ലിയർ ആണോ? സോ ബാക്കിയുള്ള ബാലൻസുകൾ ഇൻപുട്ട് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ 2 എക്സ്പെൻസുകളുണ്ട്. ഗ്യാസ് ഉണ്ടായിരുന്നു, ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നു. 31 മാർച്ച്, കറണ്ട് ഇയറിൻ്റെ 31 മാർച്ച് 17 ആണ്. സോ 31 മാർച്ച് 16 കഴിഞ്ഞ വർഷം ഇയർ എൻഡ് ആണ്. കഴിഞ്ഞ വർഷത്തെ ഇയർ എൻഡ് എന്ന് പറയുന്നത് കറണ്ട് ഇയറിൻ്റെ എന്താണ്? ഓപ്പണിംഗ് ആണ്. സോ കറണ്ട് ഇയറിൻ്റെ ഓപ്പണിങ്ങിൽ ഗ്യാസ് എന്നുള്ളത് എന്താണ്? പ്രീപേയ്മെൻ്റ് ആണ്. സോ പ്രീപെയ്ഡ് എക്സ്പെൻസ് എഴുതേണ്ടത് ഏത് സൈഡിലായിരുന്നു? ഡെബിറ്റ് സൈഡിലായിരുന്നു. എത്രയായിരുന്നു എമൗണ്ട് വരുന്നത്? 1000 ആയിരുന്നു. സോ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഓപ്പണിങ് ഗ്യാസ് ആയിരുന്നു, 1000 എഴുതി. നെക്സ്റ്റ് ഓപ്പണിങ്ങിൽ വരുന്നത് ഇലക്ട്രിസിറ്റി ആയിരുന്നു. ഇലക്ട്രിസിറ്റി അക്രൂവൽ ആണ്, ദാറ്റ് മീൻസ് പെൻഡിങ് ആണ്. സോ പെൻഡിങ് എക്സ്പെൻസ് ലയബിലിറ്റി ഓപ്പണിംഗ് ബാലൻസ് എത്രയായിരുന്നു? 500 നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വരുന്നത് ക്ലോസിംഗ് ബാലൻസ് ആണ്. ക്ലോസിംഗിൽ ഗ്യാസ് അക്രൂവൽ ആയി മാറി, ദാറ്റ് മീൻസ് ഗ്യാസ് അക്രൂഡ് എക്സ്പെൻസ് ആണ്, പെൻഡിങ് ആണ്, ലയബിലിറ്റി ആണ്. സോ ഇവിടെ അക്രൂവൽ ലയബിലിറ്റി ആണ്. ലയബിലിറ്റിയുടെ ബാലൻസ് ക്രെഡിറ്റ് ആണ്, ബട്ട് അത് പോസ്റ്റ് ചെയ്യേണ്ടത്, ക്ലോസ് ചെയ്യേണ്ടത് ഏത് സൈഡിലാണ്? ഡെബിറ്റ് സൈഡിലാണ്. സോ 2000 ഏത് സൈഡിൽ എഴുതണം? ഡെബിറ്റ് സൈഡിൽ എഴുതണം. ക്ലിയർ അല്ലേ? സോ ഇവിടെ 1200 പ്രീപേയ്മെൻറ്റ് വരുന്നുണ്ട്. ഇലക്ട്രിസിറ്റി ഇയർ എൻഡ് ആയപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് ആയി മാറി. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? അഡ്വാൻസ് ആയി പേ ചെയ്ത എക്സ്പെൻസ് ആണ്, തിരിച്ചു കിട്ടാനുള്ളതാണ്, അസറ്റ് ആണ്. സോ ബാലൻസ് ഡെബിറ്റ് ആണ്. ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് ആണെങ്കിലും ബട്ട് അത് ക്ലോസ് ചെയ്യേണ്ടത്, പോസ്റ്റ് ചെയ്യേണ്ടത് ഏത് സൈഡിലാണ്? ക്രെഡിറ്റ് സൈഡിലാണ്. സോ 1200 ഏത് സൈഡിൽ എഴുതണം? ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ക്ലിയർ അല്ലേ? സോ നമ്മൾ ഓപ്പണിംഗ് ക്ലോസിംഗ് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വർഷത്തെ ഡ്യൂറിങ് ദി ഇയർ ബിസിനസ് മെയ്ഡ് പേയ്മെൻറ്റ്സ് ഓഫ് 5000 ഫോർ ഗ്യാസ് ആൻഡ് 7800 ഫോർ ഇലക്ട്രിസിറ്റി. സോ ഗ്യാസിൻ്റെ പേയ്മെൻറ്റ് 5000 ചെയ്തിട്ടുണ്ട്, ഇലക്ട്രിസിറ്റി 7800 ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് 12800 ഈ വർഷത്തെ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? സോ ടോട്ടൽ ക്യാഷ് പെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് എഴുതാറുള്ളത്. എത്രയായിരുന്നു? 12800 ആയിരുന്നു. ക്ലിയർ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യണം? കറണ്ട് ഇയറിലെ SOPലെ ബാലൻസ്, SOPലെ എക്സ്പെൻസ് കാണണം, ഹീറ്റ് ആൻഡ് ലേറ്റ് എക്സ്പെൻസ്. അത് ബാലൻസിങ് ഫിഗർ ആയിരുന്നു. എങ്ങനെയായിരുന്നു കാണുന്നത്? എങ്ങനെയാണ് ലെഡ്ജർ ബാലൻസ് ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും അറിയില്ലേ? എങ്ങനെയാണ്? 2 സൈഡ്, ഡെബിറ്റ് സൈഡ്, ലെഡ്ജറിൻ്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും കമ്പയർ ചെയ്യുക.
ഏതാണ് ഗ്രേറ്റർ സൈഡ് നോക്കുക. ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഗ്രേറ്റർ സൈഡ് ഓഫ് കോഴ്സ് ഡെബിറ്റ് തന്നെയാണ്. ഡെബിറ്റ് സൈഡിൽ ടോട്ടൽ നോക്കുമ്പോൾ 12,800 പ്ലസ് 2,000 14,800 പ്ലസ് 1,000 15,800 വരും. സെയിം ബാലൻസ് തന്നെ നിങ്ങൾ എവിടെ എഴുതുക, ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുക. എന്നിട്ട് ക്രെഡിറ്റ് സൈഡിലെ ബാലൻസിങ് ഫിഗർ കാണണം. സോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ 500ഉം 1,200ഉം എന്തായാലും ആഡ് ചെയ്താൽ 15,800 ആവില്ല. അപ്പോൾ ഇവിടെ ഒരു ബാലൻസ് ഉണ്ട്. ആ ബാലൻസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ലൈന് ടോട്ടലി ഈക്വൽ ടു ആണെന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് അസ്യൂം ചെയ്യുക. ഇത് രണ്ടും ഇവിടെ പ്ലസ് അല്ലേ, ഇത് രണ്ടും ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ്, ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ബേസിക് മാത്സ് ആണ്, മൈനസ് ആകും. സോ 15,800 മൈനസ് 500 മൈനസ് 1,200 എത്ര കിട്ടുന്നത്, 14,100. എങ്ങനെ ചെയ്തത്, 15,800 മൈനസ് 1,200 മൈനസ് 500 എത്രയായിരുന്നു, 14,100 ആയിരുന്നു. സോ 14,100 ആണ് കറണ്ട് ഇയറിൻ്റെ SOPLലെ ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് എന്ന് വരുന്നത്. സോ നമുക്ക് ഓപ്ഷൻ നോക്കാം. ഏതായിരുന്നു ഓപ്ഷൻ വരുന്നത്, ഓപ്ഷൻ എ ആയിരുന്നു. ക്ലിയർ ആണോ എല്ലാവർക്കും? സോ ഇങ്ങനെയായിരുന്നു നമ്മൾ അക്രൂഡ് എക്സ്പെൻസും പ്രീപെയ്ഡ് എക്സ്പെൻസും ഒരുമിച്ച് വരുന്ന ക്വസ്റ്റ്യനിൽ ആൻസർ എഴുതേണ്ടത്. ക്ലിയർ ആണോ? ലെഡ്ജർ വരച്ചും കൊണ്ടായിരിക്കണം. സോ നമ്മളുടെ എക്സ്പെൻസ് ബോത്ത് അക്രൂഡും പ്രീപെയ്ഡും കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻകം അക്രൂവൽസും പ്രീപേയ്മെന്റ്സും ഒരുമിച്ച് വരുന്ന ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് ആൻസർ, ഇതുപോലെ ലെഡ്ജർ വരച്ചും കൊണ്ട് എങ്ങനെയാണ് ആൻസർ എഴുതാം എന്നുള്ളത് നോക്കാം. സോ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ അക്രൂഡ് ഇൻകവും പ്രീപെയ്ഡ് ഇൻകവും ഒരുമിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിന് നമുക്ക് ഫസ്റ്റ് ലെഡ്ജർ വരയ്ക്കണം. ഇവിടെ ഓൾറെഡി ലെഡ്ജറിൻ്റെ കോപ്പി ഞാൻ എഴുതിയിട്ടുണ്ട്. അതൊന്നും കൂടെ ഞാൻ എഴുതാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇൻകത്തിൻ്റെ ലെഡ്ജർ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി 2 ടൈപ്പ് ഓഫ് ഇൻകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ അക്രൂഡ് ഇൻകവും വരാം, അതുപോലെ തന്നെ എന്തും വരാം, പ്രീപെയ്ഡ് ഇൻകവും വരാം. എന്തായിരുന്നു അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻഡിങ് ഇൻകം ആണ്. പെൻഡിങ് ഇൻകം മീൻസ് എന്താണ്? പെൻഡിങ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഇൻകം ഏൺ ചെയ്തിട്ടുണ്ട്, പക്ഷെ കിട്ടിയിട്ടില്ല, കിട്ടാൻ പെൻഡിങ് ആണ്. സോ കിട്ടാനുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് എന്താണ്? അസറ്റ് ആണ്. എലമെന്റ് എന്താണ്? അസറ്റ് ആണ്. അസറ്റ് ആണെങ്കിൽ ബാലൻസ് എന്താണ്? ഡെബിറ്റ് ആണ്. എന്താണ് പ്രീപെയ്ഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടിയതാ. കറണ്ട് ഇയറിൻ്റെ ഇൻകവും നെക്സ്റ്റ് ഇയറിൻ്റെ ഇൻകവും അഡ്വാൻസ് ആയിട്ട് നമുക്ക് ഒരാൾ തന്നു. സോ കറണ്ട് ഇയറിൽ തന്നെ നെക്സ്റ്റ് ഇയറിൻ്റെ ഇൻകം അഡ്വാൻസ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാനുള്ളതാണ്. നമ്മളത് ലയബിലിറ്റി ആയിട്ടാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. സോ പ്രീപെയ്ഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? അഡ്വാൻസ് ഇൻകം ആയിരുന്നു. അഡ്വാൻസ് ഇൻകം എന്തായിരുന്നു? ലയബിലിറ്റി ആയിരുന്നു. ലയബിലിറ്റി ആണെങ്കിൽ ബാലൻസ് എന്താണ്? ക്രെഡിറ്റ് ആണ്. സോ അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻഡിങ് ഇൻകം ആണ്, കിട്ടാനുള്ളതാണ്, അസറ്റ് ആണ്. എലമെന്റ് അസറ്റ് ആണെങ്കിൽ ബാലൻസ് എന്തായിരുന്നു? ഡെബിറ്റ് ആയിരുന്നു. സോ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അക്രൂഡ് ഇൻകം ഏത് സൈഡിൽ എഴുതണം? ഡെബിറ്റ് സൈഡിൽ എഴുതണം. ഇയർ എൻഡിലും ക്ലോസിംഗിലും, ഇയർ എൻഡിലും അതിൻ്റെ ആക്ച്വൽ ബാലൻസ് ഡെബിറ്റ് തന്നെയാണ്, ബട്ട് അത് പോസ്റ്റ് ചെയ്യേണ്ടത് ഏത് സൈഡിലാണ്? ക്രെഡിറ്റ് സൈഡിലാണ്. സോ ക്ലോസിംഗ് ബാലൻസ് ഓഫ് അക്രൂഡ് ഇൻകം വരുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു പ്രീപെയ്ഡ് ഇൻകം, അഡ്വാൻസ് ആയിട്ട് കിട്ടിയ ഇൻകം ആണ്, തിരിച്ചു കൊടുക്കാനുള്ളതാണ്, ലയബിലിറ്റി ആണ്, ബാലൻസ് ക്രെഡിറ്റ് ആണ്. സോ പ്രീപെയ്ഡ് ഇൻകത്തിൻ്റെ ഓപ്പണിംഗ് ഏത് സൈഡിൽ തന്നെ എഴുതണം? പ്രീപെയ്ഡ് ഇൻകം ഏത് സൈഡിൽ തന്നെ എഴുതണം? ക്രെഡിറ്റ് സൈഡിൽ തന്നെ എഴുതണം. ക്ലോസിങ്ങിലും അതിൻ്റെ ബാലൻസ് ക്രെഡിറ്റ് തന്നെയാണ്, ബട്ട് അത് ക്ലോസ് ചെയ്യേണ്ടത്, ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യേണ്ടത് ഡെബിറ്റ് സൈഡിലാണെന്ന് മാത്രം. സോ ക്ലോസിംഗ് ബാലൻസ് പ്രീപെയ്ഡ് ഇൻകം ഏത് സൈഡിലാണ്? ഡെബിറ്റ് സൈഡിലാണ്. ക്ലിയർ അല്ലേ? ഇതിനു പുറമെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
ഈ വർഷം ടോട്ടൽ ക്യാഷ് നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവിടെ ഇൻകം അല്ലേ, നമ്മൾ എക്സ്പെൻസിൽ പെയ്ഡ് ആയിരുന്നു, അതുപോലെ ഈ വർഷം ടോട്ടൽ ഇൻകം റിസീവ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ നേരത്തെ പോലെ നമ്മൾ ഇവിടെയും അക്രൂഡ് ഇൻകത്തിന്റെ പെർസ്പെക്റ്റീവിലാണ് നെക്സ്റ്റ് 2 എൻട്രീസ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കാം. ഈ വർഷം ടോട്ടൽ നമുക്ക് ക്യാഷ് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആണ്. അപ്പോൾ എന്താണ് അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെൻഡിങ് ഇൻകം, കിട്ടാനുള്ള ഇൻകം. അസെറ്റ് ആണ്, ബാലൻസ് ഡെബിറ്റ് ആണ്. ക്യാഷ് കിട്ടി, കിട്ടാനുള്ള ക്യാഷ് എന്ത് ചെയ്തു? കിട്ടി. സോ കിട്ടാനുള്ള ക്യാഷ് കിട്ടുമ്പോൾ അവിടെ അസറ്റ് കുറഞ്ഞു, അസറ്റിന്റെ ബാലൻസ് ഡെബിറ്റ് അല്ലേ. ഒന്നും കൂടെ ശ്രദ്ധിക്കുക. അക്രൂഡ് ഇൻകം ആണ്, പെൻഡിങ് ഇൻകം ആണ്, ക്യാഷ് കിട്ടാനാണ്, ബാലൻസ് ഡെബിറ്റ് ആണ്. ആ ക്യാഷ് അങ്ങ് കിട്ടിയാൽ എന്തായി? ഡെബിറ്റ് കുറഞ്ഞു. അപ്പൊ ഏത് സൈഡിൽ പോസ്റ്റ് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യണം. സോ ടോട്ടൽ ക്യാഷ് റിസീവ്ഡ് ഡ്യൂറിങ് കറന്റ് ഇയർ ഏത് സൈഡിൽ പോസ്റ്റ് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യണം. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നേരത്തെ പോലെ നമുക്കൊരു റെന്റ് ഇൻകം കിട്ടാനുണ്ട്. ഫോർ എക്സാമ്പിൾ 5,000 റെന്റ് ഇൻകം കിട്ടാനുണ്ട്. ഈ 5,000 റെന്റ് ഇൻകം കിട്ടാനുണ്ട് ഓപ്പണിംഗിൽ. അത് പ്രീവിയസ് ഇയറിന്റെ ഒരു 5,000 റെന്റ് ഇൻകം നമുക്ക് തന്നിട്ടില്ല, തരാനാണ്. സോ കറന്റ് ഇയറിന്റെ ഓപ്പണിംഗിൽ 5,000 കിട്ടാനുണ്ട്. ഈ വർഷത്തെ റെന്റ് ഇൻകം കൂടെ കിട്ടാനായി. കറന്റ് ഇയറും കൂടെ അവർ നമ്മളുടെ ബിൽഡിംഗ് യൂസ് ചെയ്തു. അപ്പോൾ ഒരു 5,000 കൂടെ തരാനാണ്. അപ്പൊ കിട്ടാനുള്ളത് ടോട്ടൽ 5,000 10,000 ആയി. സോ കിട്ടാനുള്ളത് കൂടാണ് ചെയ്യുന്നത്. സോ കറന്റ് ഇയറിന്റെ SOPൽ ഒരു ഇൻകം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻകവും നമുക്ക് കിട്ടാനാണ്. കിട്ടാനുള്ളതാണെങ്കിൽ അസറ്റ് ആണ്, ബാലൻസ് ഡെബിറ്റ് ആണ് വരുന്നത്. ക്ലിയർ ആണോ? സോ കറന്റ് ഇയറിന്റെ SOPൽ ഇൻകം വരുന്നുണ്ടെങ്കിൽ, കറന്റ് ഇയറിലെ SOPലെ ഇൻകം വരുന്നുണ്ടെങ്കിൽ ആ ഇൻകം നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതണം. കാരണം കിട്ടാനുള്ള തുക കൂടാണ്. റിസീവബിൾസ് കൂടുമ്പോൾ എലമെന്റ് അസറ്റ് ആണ് കൂടുന്നത്, ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യണം. ക്ലിയർ ആണോ? സോ ഇതായിരുന്നു നമ്മളുടെ ഇൻകം. അക്രൂഡ് ഇൻകവും പ്രീപെയ്ഡ് ഇൻകവും ഒരുമിച്ച് നമ്മൾ ലെഡ്ജർ വരക്കേണ്ടത് ഇങ്ങനെയാണ്. സോ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആൻസർ ചെയ്യാം എന്നുള്ളത് നോക്കാം. വേഗം ഒരു ഇല്ലുസ്ട്രേഷനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് എമൗണ്ട് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു SOPL ഫോർ ദി ഇയർ എൻഡഡ് 31st December 2016? അപ്പോൾ നമ്മളുടെ ഇയർ എൻഡ് വരുന്നത് 31st December 2016 ആണ്. ദാറ്റ് മീൻസ് ഇയറിന്റെ സ്റ്റാർട്ടിങ് എന്നായിരിക്കും? 1st January 2016 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇതായിരുന്നു നമ്മളുടെ ഫിനാൻഷ്യൽ ഇയർ വരുന്നത്. ഇതിൽ വാട്ട് എമൗണ്ട് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു SOPL ഫോർ ദി ഇയർ എൻഡഡ് 31st December എന്നാണ്. സോ കറന്റ് ഇയർ SOPL ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസ് ആയിരുന്നു. ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഇൻകം ആയിരുന്നു. സോ കറന്റ് ഇയറിലെ SOPL ഇൻകം ആണ് നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ളത്? ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ നേരത്തെ വരച്ച T അക്കൗണ്ട് ഞാൻ ഇവിടെ ഒന്നും കൂടെ വരക്കുകയാണ്. ഈ അക്രൂഡ് ഇൻകവും പ്രീപെയ്ഡ് ഇൻകവും ഒരുമിച്ച് വരുന്ന ക്വസ്റ്റ്യൻസിൽ നമുക്ക് ലെഡ്ജർ വരക്കാതെ ആൻസർ ചെയ്യൽ പോസിബിൾ അല്ല. പോസിബിൾ ആണ്, ബട്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ലെഡ്ജർ വരക്കുമ്പോഴാണ്. സോ ഓൾറെഡി നമ്മൾ നേരത്തെ വരച്ച ലെഡ്ജർ ഒന്നും കൂടെ വരക്കാം. നമ്മൾ ഫസ്റ്റ് അക്രൂഡ് ഇൻകം ആയിരുന്നു പറഞ്ഞത് അല്ലെ? അക്രൂഡ് ഇൻകം എന്തായിരുന്നു? പെൻഡിങ് ഇൻകം ആയിരുന്നു. കിട്ടാനുള്ളതാണ്, അസറ്റ് ആണ്. സോ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ എഴുതണം, അക്രൂഡ് ഇൻകം. അതുപോലെ തന്നെ ക്ലോസിംഗ് ബാലൻസ് ഓഫ് അക്രൂഡ് ഇൻകം, അതിന്റെ ബാലൻസ് ഡെബിറ്റ് തന്നെയാണ്, ബട്ട് അത് ക്ലോസ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്. ഇതുപോലെ പ്രീപെയ്ഡ് ഇൻകം അഡ്വാൻസ് ആയി കിട്ടിയതാണ്, തിരിച്ചു കൊടുക്കാനുള്ളതാണ്, ലയബിലിറ്റി ആണ്, ബാലൻസ് ക്രെഡിറ്റ് ആണ്. സോ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് പ്രീപെയ്ഡ് ഇൻകം ഏത് സൈഡിൽ എഴുതണം? ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. അതിന്റെ ക്ലോസിംഗ് ബാലൻസും ക്രെഡിറ്റ് തന്നെയാണ്, ബട്ട് അത് ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യേണ്ടത് ഡെബിറ്റ് സൈഡിലാണെന്ന് മാത്രം. ക്ലോസിംഗ് ബാലൻസ് ഓഫ് പ്രീപെയ്ഡ് ഇൻകം നമ്മൾ എവിടെ എഴുതി? ഡെബിറ്റ് സൈഡിൽ എഴുതി. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കാം, ടോട്ടൽ ക്യാഷ് റിസീവ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ. അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് കിട്ടാനുള്ളതാണ്, റിസീവബിൾ ആണ്, എലമെന്റ് അസറ്റ് ആണ്, ബാലൻസ് ഡെബിറ്റ് ആണ്. ക്യാഷ് കിട്ടിയപ്പോൾ അസറ്റ് കുറഞ്ഞു. ക്ലിയർ ആണോ? റിസീവബിൾസ് എന്ന അസറ്റ് കുറഞ്ഞു. ക്യാഷ് കിട്ടുമ്പോൾ ആക്ച്വലി ക്യാഷ് കൂടാണ്. പക്ഷേ അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻഡിങ് ഇൻകം, കിട്ടാനുള്ളതാണ്, അസറ്റ് ആണ്, റിസീവബിൾ എന്ന അസറ്റ് ആണ്. സോ ക്യാഷ് കിട്ടുമ്പോൾ റിസീവബിൾ എന്ന അസറ്റ് കുറയും. സോ ബാലൻസ് കുറയുന്നത് കാരണം അവിടെ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ടോട്ടൽ ക്യാഷ് റിസീവ്ഡ് ഡ്യൂറിങ് കറന്റ് ഇയർ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം.
ഇനി കറന്റ് ഇയർ SOPL ഇൻകം വരുമ്പോൾ അത് ഏത് സൈഡിൽ എഴുതണം? ഡെബിറ്റ് സൈഡിൽ എഴുതണം. വൈ ഡെബിറ്റ് സൈഡ്? ഓപ്പണിംഗിൽ ഒരു ഇൻകം 5,000 റെന്റൽ ഇൻകം കിട്ടാനുണ്ട്. കറന്റ് ഇയറിലെ റെന്റും കൂടെ കിട്ടാനാകുമ്പോൾ കിട്ടാനുള്ള തുക കൂടാണ് ചെയ്യുന്നത്. റിസീവബിൾ കൂടുമ്പോൾ അസറ്റ് കൂടാണ്, ബാലൻസ് ഡെബിറ്റ് ആണ് കൂടുന്നത്. അതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതണം. സോ ക്വസ്റ്റ്യൻസിൽ ഓരോ എമൗണ്ടും നമുക്ക് എഴുതി നോക്കാം. ഇവിടെ 2 പ്രോപ്പർട്ടി ഉണ്ട്. പ്രോപ്പർട്ടി 1 ഉണ്ട്, പ്രോപ്പർട്ടി 2 ഉണ്ട്. നമ്മളുടെ ഇയർ എൻഡ് വരുന്നത് 31 ഡിസംബർ 2016 ആണ്. ഇവർ 31 ഡിസംബർ 2015 തന്നിട്ടുണ്ട്. അതായത് പ്രീവിയസ് ഇയറിന്റെ എൻഡ് 31 ഡിസംബർ കറന്റ് ഇയറിന്റെ. സോ പ്രീവിയസ് ഇയറിന്റെ എൻഡാണ് ഓപ്പണിംഗ് വരുന്നത്, കറന്റ് ഇയറിന്റെ എൻഡാണ് ക്ലോസിംഗ് വരുന്നത്. സോ ഓപ്പണിംഗും ക്ലോസിംഗും നോക്കാം. ഓപ്പണിംഗ് നോക്കാം ആദ്യം. പ്രോപ്പർട്ടി 1ന് 12,300 ക്രെഡിറ്റ് ആണെന്ന് പറയുന്നുണ്ട്. സോ 12,300 ക്രെഡിറ്റ് മീൻസ് അതെന്താണ്? ലയബിലിറ്റി ആണ്. 2,300 ക്രെഡിറ്റ് ആണ്. ഓപ്പണിങ്ങിലുള്ള ബാലൻസ് അതുപോലെ അതാത് സൈഡിൽ തന്നെ എഴുതണം. സോ ലയബിലിറ്റി ആണ്, അഡ്വാൻസ് ആയി കിട്ടിയതാണ് 12,300. ക്രെഡിറ്റ് സൈഡിൽ തന്നെ എഴുതണം. ഓപ്പണിംഗ് അതുപോലെ തന്നെ എഴുതണം. ക്ലിയർ ആണ്? ഇനി നെക്സ്റ്റ് ഓപ്പണിംഗ് വരുന്നത് 5,400 ഡെബിറ്റ് ആണ്. സോ ഡെബിറ്റ് സൈഡിൽ തന്നെ എഴുതുക. ഡെബിറ്റ് ആണെങ്കിൽ എന്താണ്? കിട്ടാനുള്ളതാണ്, അക്രൂഡ് ഇൻകം ആണ്. 5,400 ഡെബിറ്റ് എഴുതി. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ബട്ട് ക്ലോസിംഗ് എഴുതുമ്പോൾ യഥാർത്ഥ ബാലൻസ് എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ ക്ലോസിംഗ് ഡെബിറ്റ് ആണെങ്കിൽ അത് പോസ്റ്റ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്. സോ 13,400 ഡെബിറ്റ് നമ്മൾ ക്ലോസ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് സൈഡിലായിരിക്കും. 13,400. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഇവിടെ വരുന്നുണ്ട് 6,700 വരുന്നുണ്ട്. 6,700 ക്രെഡിറ്റ് ആണ്. സോ അത് ക്ലോസ് ചെയ്യൽ ഡെബിറ്റ് സൈഡിലായിരിക്കും. സോ 6,700 നമ്മൾ ഡെബിറ്റ് സൈഡിൽ ക്ലോസ് ചെയ്തു. ഇനി അതുപോലെ തന്നെ ഇവിടെ ക്വസ്റ്റ്യൻ നേരെ ശ്രദ്ധിക്കുക. കമ്പനി ഓൺസ് 2 പ്രോപ്പർട്ടി, റെന്റ് ടു ടെനൻസ് നമ്മൾ റെന്റിന് കൊടുക്കുന്നുണ്ട്. ഈ ഇയറിൽ നമുക്ക് എത്ര ക്യാഷ് റിസീവ് ചെയ്തിട്ടുണ്ട്? പ്രോപ്പർട്ടി 1ന്റെ 280,000. സോ പ്രോപ്പർട്ടി 1ന്റെ എത്ര ക്യാഷ് കിട്ടിയിട്ടുണ്ട്? 280,000 കിട്ടിയിട്ടുണ്ട്. പ്രോപ്പർട്ടി 2ന്റെ എത്ര ക്യാഷ് കിട്ടിയിട്ടുണ്ട്? 160,000 കിട്ടിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? സോ 280,000 പ്ലസ് 160,000 വരുമ്പോൾ നമുക്ക് 440,000 ഈ വർഷം എന്തായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്? ക്യാഷ് ആയിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. സോ ടോട്ടൽ ക്യാഷ് റിസീവ്ഡ് ഡ്യൂറിങ് ദി ഇയർ 440,000 ആണ്. ക്ലിയർ അല്ലേ? സോ നമ്മളോട് കറന്റ് ഇയർ SOPLിലെ ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് മീൻസ് എന്താണ്? ഇൻകം ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ക്രെഡിറ്റ് ടു SOPL മീൻസ് SOPLിലെ ഇൻകം. സോ SOPL ഇൻകം ഏത് സൈഡിലാണ്? ഡെബിറ്റ് സൈഡിൽ. ഈ ബാലൻസ് ആണ് കാണേണ്ടത്. സോ ലെഡ്ജർ ബാലൻസ് ചെയ്യണം. സോ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ ഗ്രേറ്റർ സൈഡ് അഫ്കോഴ്സ് ഏത് സൈഡാണ്? ഗ്രേറ്റർ സൈഡ് വരുന്നത് ക്രെഡിറ്റ് സൈഡ് ആണ്. സോ ക്രെഡിറ്റ് സൈഡ് നോക്കുന്ന സമയത്ത് ടോട്ടൽ എത്ര ക്രെഡിറ്റ് സൈഡിന്റെ വരുന്നത്? 440,000 പ്ലസ് 12,300 പ്ലസ് 13,400 ടോട്ടൽ വരുന്നത് 465,700 ആണ്. സെയിം ബാലൻസ് ഏത് സൈഡിൽ എഴുതണം? സെയിം ബാലൻസ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതണം. സോ 445,700 ഡെബിറ്റ് സൈഡിൽ എഴുതി. ബട്ട് ഡെബിറ്റ് സൈഡിന്റെ ടോട്ടൽ 5,400 6,700 വരുന്നുള്ളൂ. രണ്ടും കൂടെ ടോട്ടൽ ചെയ്താൽ ഒരു കാരണവശാലും 465,700 വരില്ല. ഈ ടോട്ടൽ ബാലൻസ് ഈക്വൽറ്റി ആണെന്ന് അസ്യൂം ചെയ്യുക. ഇത് രണ്ടും പ്ലസ് ആണ്. ഈക്വൽറ്റിന്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് എന്താകും? മൈനസ് ആവും. സോ വരുന്നത് എങ്ങനെയായിരിക്കും? 465,700 മൈനസ് 6,700 മൈനസ് 5,400 ആണ് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് കറന്റ് ഇയർ SOPL ഇൻകം കിട്ടുന്നത്. 465,700 മൈനസ് 6,700 മൈനസ് 5,400. സോ നമുക്കിവിടെ ആൻസർ കിട്ടുന്നത് 453,600 ആണ്. സോ കറന്റ് ഇയർ SOPL ഇൻകം വരുന്നത് 453,600 ആണ്. ഇതായിരിക്കും നമ്മളുടെ ആൻസർ. സോ 453,600 ആണ് കറന്റ് ഇയർ SOPLിലെ റെന്റൽ ഇൻകം വരുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും? 453,600. സോ ഇങ്ങനെയായിരുന്നു നമ്മളുടെ അക്രൂഡ് ഇൻകവും പ്രീപെയ്ഡ് ഇൻകവും ഒരുമിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. സോ നമ്മൾ പറഞ്ഞു ACCയുടെ FAയിൽ നമുക്ക് എക്സാമിന് അക്രൂവൽസ് ആൻഡ് പ്രീപേയ്മെന്റ്സ് എന്നുള്ള പാർട്ടിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്.
നമ്മൾ 5 പാർട്ടായിട്ട് നമുക്ക് മാക്സിമം പറയാൻ പറ്റുന്ന രീതിയിൽ എല്ലാ ഏരിയാസും കവർ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മളുടെ കറണ്ട് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു അക്രൂവൽസും പ്രീപേയ്മെന്റ്സും ഒരുമിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെ ലെഡ്ജർ വരച്ചുകൊണ്ട് ക്ലിയർ ചെയ്യാം എന്നുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.